നമസ്കാരം, എൻട്രൻസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് MBBS BSc നഴ്സിംഗ് പ്രവേശനം കർണാടക CET അപേക്ഷ വഴി. നീറ്റ് MDS അപേക്ഷ മാർച്ച് 10 വരെ. എൻട്രൻസ് എക്സാം ഏപ്രിൽ 19. MBBS ഹൗസ് സർജൻസി സ്റ്റൈഫൻഡ് വിഷയത്തിൽ NMCയുടെ നിലപാടിൽ അവ്യക്തത. USS പരീക്ഷകൾക്കായി എക്സാം കലണ്ടർ പുനർക്രമീകരിച്ചു. വാർത്തകൾ വിശദമായി. കർണാടക സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ MBBS BSc നഴ്സിംഗിൽ കേരളീയ കുട്ടികൾക്കും അവസരങ്ങൾ. റിപ്പോർട്ടിലേക്ക്. കർണാടക സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ MBBS BSc നഴ്സിംഗിൽ കേരളീയ കുട്ടികൾക്കും അവസരം. നീറ്റ് 2025 ഓൾ ഇന്ത്യ റാങ്ക് അടിസ്ഥാനത്തിലാണ് പ്രവേശനം. 12 വരെ അക്കാദമിക് വർഷത്തിൽ അവസാന 7 വർഷമെങ്കിലും ഇന്ത്യൻ ഡൊമിസിലായ കുട്ടികൾക്കാണ് അവസരം നൽകുന്നത്. 8.1 ലക്ഷമാണ് MBBSന്റെ വാർഷിക ഫീസ്. MBBSും ഹൗസ് സർജൻസിക്കും ശേഷം 2 വർഷം നിർബന്ധിത ബോണ്ടും ചെയ്തിരിക്കണം. എല്ലാ വിഭാഗത്തിലും പെട്ട കുട്ടികൾക്ക് 10 സീറ്റുകൾ, റോമൻ കാത്തലിക്സ് വിഭാഗത്തിൽ 55 സീറ്റുകൾ, കന്യാസ്ത്രീ വിഭാഗത്തിൽ 25 സീറ്റുകൾ എന്നിങ്ങനെയാണ്. ഇവിടെ കേരളത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്ന mig.neet.nta.nic.in എന്ന വെബ്സൈറ്റിൽ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിലെ പ്രവേശനം ആഗ്രഹിക്കുന്നവർ cet.online.karnataka.gov.in എന്ന വെബ്സൈറ്റിലും ഫെബ്രുവരി 18 മുൻപ് അപേക്ഷ സമർപ്പിച്ചിരിക്കണം. ക്രിസ്ത്യൻ വിഭാഗക്കാർ മറ്റ് സർട്ടിഫിക്കറ്റുകളോടൊപ്പം ബിഷപ്പിന്റെ സർട്ടിഫിക്കറ്റും ബാപ്റ്റിസം സർട്ടിഫിക്കറ്റും സമർപ്പിക്കുകയും വേണം. നഴ്സിംഗ് പഠനത്തിന് ഏപ്രിൽ 16-17 തീയതികളിലെ CET എഴുതുകയും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയും വേണം. കൂടുതൽ വിവരങ്ങൾക്കായി cet.online.karnataka.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മെഡിക്കൽ വിഭാഗത്തിൽ BDS കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഡെന്റൽ PG പഠനത്തിനുള്ള പരീക്ഷ MDS ഏപ്രിൽ 19 നടക്കും. ഓൺലൈൻ അപേക്ഷ ഇന്നു മുതൽ മാർച്ച് 10 വരെ natboard.edu.in എന്ന വെബ്സൈറ്റ് വഴിയാണ്. 2025 മാർച്ച് 31 ഹൗസ് സർജൻസി പൂർത്തിയാക്കുന്നവർക്ക് അപേക്ഷിക്കുവാനുള്ള യോഗ്യതയുണ്ട്. റിസൾട്ട് മെയ് 19 പ്രഖ്യാപിക്കും. 4 വർഷത്തെ MBBS പഠനത്തിന് ശേഷം 1 വർഷം ഹൗസ് സർജൻസി ചെയ്യുമ്പോൾ കേരളത്തിലെ ഉൾപ്പെടെ 100ഓളം കോളേജുകൾ വർഷങ്ങളായി വിദ്യാർത്ഥികൾക്ക് അർഹതപ്പെട്ട സ്റ്റൈപ്പൻഡ് നൽകുന്നില്ലെന്ന പരാതിയിൽ NMCക്ക് വിരുദ്ധ നിലപാട്. വിശദാംശങ്ങളുമായി ജോർജ് നമ്മളോടൊപ്പം ചേരുന്നു. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് സംസ്ഥാന സർക്കാരുകൾക്കാണ് കോളേജുകൾക്കെതിരെ നടപടിയെടുക്കുവാനുള്ള അവകാശമെന്ന് വ്യക്തമാക്കുന്നത്. എന്നാൽ NMCയുടെ ചട്ടങ്ങളിൽ ഇതിൽ നിന്ന് ഭിന്നമാണ്. ഇന്റേണുകൾക്കും PG വിദ്യാർത്ഥികൾക്കും സ്റ്റൈപ്പൻഡ് നൽകാത്ത കോളേജുകൾക്കെതിരെ നടപടിയെടുക്കുവാൻ NMCക്ക് അധികാരമുണ്ടെന്നതിന് വ്യക്തമായ തെളിവുകളും രക്ഷിതാക്കൾ ഹാജരാക്കുന്നു. നിലവിൽ വളരെ ഉയർന്ന ഫീസ് MBBSന് മേടിക്കുമ്പോഴും വിദ്യാർത്ഥികൾക്ക് അർഹമായ തുച്ഛമായ സ്റ്റൈപ്പൻഡ് നൽകുവാൻ പല മാനേജ്മെന്റുകളും തയ്യാറാകാത്തത് വലിയ പ്രതിഷേധങ്ങൾക്കാണ് കാരണമാകുന്നത്. ഇതിന് പരിഹാരം കാണേണ്ട NMC ആ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരുകൾക്ക് മേൽ വെച്ച് നിലവിൽ കൈയൊഴിയുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. കൂടുതൽ വിവരങ്ങൾക്കായി mmc.org.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് പരീക്ഷയായ USS എക്സാം ഫെബ്രുവരി 27 നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നത്. എന്നാൽ 7ാം ക്ലാസ്സിലെ വാർഷിക പരീക്ഷയും ഇതേ ദിവസം ഇതേ തീയതിയിൽ പ്രഖ്യാപിച്ചതിനാൽ വിദ്യാർത്ഥികൾക്ക് ഈ 2 പരീക്ഷയും എഴുതുവാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ 7ാം ക്ലാസ്സിലെ എക്സാം ഫെബ്രുവരി 24 മാറ്റിയതിനാൽ എല്ലാ വിദ്യാർത്ഥികൾക്കും USS എക്സാം എഴുതുവാനുള്ള സാഹചര്യം ലഭിച്ചു. ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.